ഒരു മാസ് മസാല എന്റർടൈനറാണ്. ജനങ്ങൾ തിയേറ്ററിൽ വന്ന് ആഘോഷിക്കേണ്ട ഒരു പടമാണ്. ഇതൊരിക്കലും ഒരു ചെറിയൊരു ബുജി സർക്കിളിലും അങ്ങനത്തെ ഒരു പടമല്ല. ആ രീതിയിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ സൂപ്പർ ഹാപ്പിയാണ്. ഇത്രയും പാട്ടുകളിൽ ചേട്ടന് ഭയങ്കര പേഴ്സണൽ ഫേവറേറ്റ് ഏതാ? ഫേവറേറ്റ് പാട്ട് വലുതാണ്. എല്ലാ പാട്ടും അടിപൊളി പാട്ടുകളാണ്. പക്ഷെ അതിൽ നമ്മളോട് ഇമോഷണലി ചേർന്ന് നിൽക്കുന്ന ഒരു ഫീലിംഗ് ഉള്ള പാട്ട് കിസ്സബാദിയിലാണ്. ഇത് ഞാൻ റഫ് വെർഷൻ കേട്ടിട്ട് ഞാൻ ദൈവമേ ഇത് സീനാണല്ലോ ഈ പാട്ട്. പറവ ഷൂട്ട് ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ആ ഡിപ്രഷൻ കാലഘട്ടം എടുക്കണം. അതായത് താടിയൊക്കെ വെച്ചിട്ട് മറ്റേ എന്നോട് പറഞ്ഞു നമുക്ക് എനിക്ക് മീശയും താടിയും കളയണമെന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ നമുക്ക് പറഞ്ഞു എങ്ങനെ ഉണ്ടാവും നിന്നെ കാണാൻ അറിയില്ല, പക്ഷെ ഇതിനങ്ങനെ ചെയ്താൽ നല്ലതായിരിക്കും, നല്ലൊരു ഡ്രാസ്റ്റിക് വ്യത്യാസം നമുക്ക് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറഞ്ഞു. കാലഘട്ടം മാറണയുള്ള കാണിക്കണം. ആദ്യം കുറേ നാളായിട്ട് നമ്മൾ കുറേ റിയലിസ്റ്റിക് ആയിട്ടുള്ള ഫിലിംസ് ഇല്ലെങ്കിൽ വേറൊരു ടോണുള്ള ഫിലിംസ് ആണ് കണ്ടിരുന്നത്. ഇപ്പം റീസെന്റ് അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളാണ്. റിയലിസ്റ്റിക് പടങ്ങൾ അല്ലെങ്കിൽ ഈ 2 മുറികളിൽ അല്ലെങ്കിൽ ആ ഒരു കവലയിൽ തീർക്കാൻ പറ്റുന്ന സിനിമകളുടെ ബഡ്ജറ്റ് കുറവായിരിക്കും. അന്ന് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള പ്രൊഡ്യൂസേഴ്സാണ് എന്നെ ട്രസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഒരു കാലം കഴിഞ്ഞ് എനിക്ക് ദൈവസായം കൊണ്ട് ഒരു RDX വന്നതിന് ശേഷം ഒരു മാസ് അപ്പീൽ എനിക്ക് കിട്ടിയതാണ്. എന്നുവെച്ചാൽ ഡേ ടൈമിൽ ഞാൻ നോയമ്പെടുക്കും, നൈറ്റ് ഫൈറ്റ്. അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ എന്തായാലും നോയമ്പ് കിട്ടാൻ കാര്യം ഈ ഫൈറ്റ് ഒന്നും നോയമ്പ് പിടിച്ച് ജന്മം ചെയ്താൽ നടക്കില്ല.